ملباري ما شاء الله. هناك ملباري മലബാറി നമ്പർ 1 ആണെന്നാണ് കേട്ടോ ഒമാനി പറയുന്നത്. അസ്സലാമു അലൈക്കും ഗൈസ്. ഇന്ന് ഒമാനിലെ 3ാമത്തെ ദിവസമാണ്. ഇന്നലെ ദീദി ദുബായിക്ക് വിസ കിട്ടി മടങ്ങിയതോടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായിട്ടോ. അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ ഞാൻ പോയിട്ടൊരു കോൾഡ് കോഫിയും അതേപോലെ തന്നെ ഡൈനാമൈറ്റ് ചിക്കൻ വെഡ്ജസും വാങ്ങിയിട്ട് രണ്ടും ഇരുന്ന് അവിടെ നിന്ന് കഴിച്ച് കുറേ ഇങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, ഞാൻ മാത്രമാണ് വലിയ ബാഗ് കൊണ്ടുവന്നതെന്ന്. അതിനെനിക്ക് ഒരുപാട് ഉപകാരം കിട്ടി കേട്ടോ. കാരണം എൻ്റെ കൂടെ വന്ന ആളുകൾക്കൊന്നും കുളിച്ച് മാറാൻ പോലും ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് എൻ്റെ ട്രാവൽസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം എടുക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ബാഗ് എടുത്തിട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ബാക്കിയെടുത്ത് റൂമിലേക്ക് പോവുകയാണ്. ഇനി ഈ പള്ളിയിൽ വരാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒമാനിന്ന് പോവുകയാണ്. ഇനി അടുത്തൊരു പ്രാവശ്യം വിസ പുതുക്കേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഞാൻ അത് കഴിഞ്ഞ് ബീച്ചിൽ പോകാനും തീരുമാനിച്ചിട്ടോ. കാരണം നാളെ എന്തായാലും വിസ കിട്ടി പോവുമല്ലേ, അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ സാധാരണ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എൻ്റെ വൈബിന് പറ്റിയ ആളുകളെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? അതേപോലെ ഒരു ട്രിപ്പായിരുന്നു ഒമാൻ ട്രിപ്പ് കേട്ടോ. എനിക്ക് എൻ്റെ വൈബിന് പറ്റിയ ആരെയും കണ്ടെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കേട്ടോ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതെൻ്റെ കാലിൽ പറ്റിയിരിക്കുന്ന ഗ്രീസാണ്. കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് കേട്ടോ. എൻ്റെ കാലിൽ മൊത്തം ഗ്രീസ് പറ്റിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സമയം അവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് മെല്ലെയാണ് നടന്നു വന്നത് കേട്ടോ. എല്ലാവരും എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നതുകൊണ്ടായിരിക്കണം. ഞാൻ ടാക്സിയിൽ ബീച്ചിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഒമാനി അവിടെ എന്തോ ഒരു സ്നാക്ക് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ എനിക്കത് വാങ്ങണമെന്നുണ്ടായിരുന്നു. ആ ഒമാനിയാണ് ഫസ്റ്റ് പറഞ്ഞ കേട്ടോ മലബാറി നമ്പർ 1 ആണെന്ന്. കുറേ നേരം ആളായിട്ട് സംസാരിച്ചിരുന്നു. ഈ സ്നാക്കിൻ്റെ പേരാണ് മനീത്ത് കേട്ടോ. നമ്മൾ യുഎയിൽ ലൊക്കേമാത്ത് കിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. അപ്പോൾ നാളെ കാണാം. ബൈ.